നമസ്കാരം. ഒരിക്കൽ രാവണൻ പുഷ്പക വിമാനത്തിൽ ലങ്കയിലേക്ക് പറക്കുമ്പോൾ മനോഹരമായ കൈലാസപർവ്വതം കാണുന്നു. അവിടെ ശിവപാർവതിമാർ വസിക്കുന്നുണ്ടെന്നും അതിനു മുകളിലൂടെ പോകാൻ കഴിയില്ല എന്നും നന്ദിദേവൻ രാവണനോട് പറഞ്ഞു. എന്നാൽ രാവണൻ അഹങ്കാരത്തോടെ കൈലാസപർവ്വതം വേരോടെ പിഴുതെറിയാൻ ശ്രമിച്ചു. രാവണൻ തന്റെ 20 കൈകളും ഉപയോഗിച്ച് പർവ്വതം ഉയർത്തി. പാർവതി ദേവി പരിഭ്രാന്തയായി ധ്യാനത്തിലിരുന്ന ശിവഭഗവാനെ ഉണർത്തി. വിറയ്ക്കാൻ തുടങ്ങിയ പർവ്വതത്തെ ഭഗവാൻ തന്റെ കാലിലെ പെരുവിരൽ ഉപയോഗിച്ച് താഴ്ത്തി. രാവണൻ അതിനടിയിൽ കുടുങ്ങിപ്പോയി. അങ്ങനെ 1000 വർഷങ്ങളോളം രാവണൻ കൈലാസ പർവ്വതത്തിന് അടിയിൽ കിടന്നു. ഈ 1000 വർഷങ്ങളും രാവണൻ ശിവഭഗവാനെ സ്തുതിച്ച് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടേയിരുന്നു. തന്റെ ഒരു തലയും ശരീരത്തിലെ ഞരമ്പുകളും മുറിച്ച് വീണയുണ്ടാക്കി മീട്ടി സ്തുതിഗാനങ്ങൾ പാടി. ഒടുവിൽ ശിവഭഗവാൻ രാവണനോട് ക്ഷമിക്കുകയും ശിവഭക്തനായി മാറിയ രാവണനെ അനുഗ്രഹിക്കുകയും അജയനായ ഒരു വാളും ആരാധനയ്ക്കായി ഒരു ആത്മലിംഗവും നൽകി എന്നാണ് ഐതിഹ്യം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.